CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന വികസന രേഖയും മുൻനിർത്തിയുള്ള ചർച്ചകളാണ് ഇനി നടക്കുക. മാർഷൽ വി സെബാസ്റ്റ്യൻ റിപ്പോർട്ടിലേക്ക്. 24ാം പാർട്ടി കോൺഗ്രസിനോട് മുന്നോടിയായിട്ടുള്ള CPMന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആദ്യ ദിനം പിന്നിടുമ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുള്ള നവകേരളത്തിന്റെ പുതുവഴികൾ എന്നുള്ള വികസന രേഖയാണ്. സാധാരണഗതിയിൽ CPMന്റെ സംസ്ഥാന സമ്മേളനം ഒന്നും തന്നെ കാണപ്പെടാത്ത ഒരു കാര്യം അത് സമ്മേളനം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രവർത്തന റിപ്പോർട്ടിന് മേൽക്ക് അപ്പുറത്തേക്ക് വികസന രേഖയെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും നാളെ നടക്കുക. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനങ്ങളുണ്ട് എങ്കിൽ തന്നെയും കൃത്യമായ രീതിയിലേക്ക് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് നൽകിയത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വർഗീയ ഫാസിസ്റ്റ് നയങ്ങളോടുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാർ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാസ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ന്യൂനപക്ഷ വർഗീയ സംഘടന നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളെയും വളരെ കൃത്യമായി തന്നെ പാർട്ടി വിലയിരുത്തുന്നു. അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട കാര്യം കൂടിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. EP ജയരാജൻ അതോടൊപ്പം തന്നെ അൻവർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ മേൽ ചർച്ചയുണ്ടായി എന്നതായിട്ടുള്ള വാർത്തകൾ വന്നു. എന്നാൽ അത്തരം ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലോ പ്രവർത്തന റിപ്പോർട്ടിലോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈകല്യത്തെ തുറന്നു കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാ നടപടികൾ കാര്യക്ഷമമായി നടപ്പാകുന്നില്ല, തെറ്റുതിരുത്തലുകൾ അതേപടി നടപ്പാകുന്നില്ല എന്നുള്ളൊരു വിമർശനം പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടത് സ്വതന്ത്രരെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ജാഗ്രത കുറവുണ്ടായി. അത് PV അൻവർ ഉൾപ്പെടെയുള്ളവരെ ഉദ്ദേശിച്ചായിരിക്കണം അത്തരമൊരു പ്രവർത്തന റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർലമെന്ററി രംഗത്തേക്ക് വരുമ്പോൾ ഇടത് സ്വതന്ത്രരെ കണ്ടെത്തുന്നതിനകത്ത് ജാഗ്രത ഉണ്ടാകണമെന്നുള്ളൊരു നിർദ്ദേശം പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. ആ പ്രവർത്തനത്തിന്മേലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നാളെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളെ ജില്ല തിരിച്ച് ഗ്രൂപ്പ് തിരിച്ചുള്ള ചർച്ചകൾ നടക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുള്ള നവകേരളത്തിന്റെ പുതുവഴികൾ എന്നുള്ള വികസന രേഖയും സംബന്ധിച്ചുള്ള കാര്യങ്ങളും CPMന്റെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയ നയരൂപീകരണം CPMന്റെ സംസ്ഥാന സമ്മേളനം എടുക്കുക. പ്രായപരിധി അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം തന്നെ നാളത്തെ ചർച്ചയിൽ ഉണ്ടാകും. ആ പൊതുചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുമ്പോൾ അതിലേക്കൊരു നയരൂപീകരണം ഉണ്ടാവുക.